സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, ഈ ഒരു കാലാംശത്തിൽ നമ്മുടെ കുടുംബക്ഷേത്രം അച്ഛൻ വഴിക്കാണോ അമ്മ വഴിക്കാണോ നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നൊരു വിഷയത്തിന് ഉത്തരവുമായിട്ടാണ് വരുന്നത്. നമ്മൾക്കറിയാം, നമ്മൾ എന്തെങ്കിലും കുടുംബത്തിലൊരു പ്രശ്നം വന്നിരിക്കട്ടെ, കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുന്നു, അല്ലെങ്കിൽ നമുക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും പ്രശ്നം വരുന്നു. സാധാരണക്കാരായ ആൾക്കാർ ഈ ഒരു പ്രശ്നം വരുമ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം എന്ന് ചിന്തിച്ചിട്ട് പലരോടും അഭിപ്രായം ചോദിക്കും. വളരെ വേണ്ടപ്പെട്ട ആൾക്കാരോട് ഈ അഭിപ്രായം ചോദിക്കുമ്പോൾ പലരും പല അഭിപ്രായങ്ങളും പറയുമെങ്കിലും നമ്മൾക്കൊന്ന് തൃപ്തിയാവണമെന്നില്ല. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുക, ഏതായാലും ഒന്ന് നമ്മൾ ജ്യോത്സ്യരത്ത് പോകാം, ഒരു ജ്യോതിഷിയുടെ അരികിൽ പോയിട്ട് ഇതിന് പരിഹാരം എന്തെങ്കിലും ഉണ്ടോ എന്ന് കാണാമെന്ന് കരുതി ബഹുഭൂരിപക്ഷം ആൾക്കാരും ജ്യോത്സ്യരുടെ അരികിലേക്ക് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ജ്യോത്സ്യരത്ത് എത്തിയെന്നിരിക്കട്ടെ, ജ്യോത്സ്യർ അവരുടെ ആ ജ്യോതിഷകരമായ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ പറയുന്നത് വെച്ചാൽ, ബഹുഭൂരിപക്ഷ ആൾക്കാരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ നിങ്ങൾ വേണ്ട വിധത്തിൽ കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് ആ കുടുംബദേവതയുടെ അപ്രീതിക്ക് കാരണമായിട്ടുണ്ട്, അവിടെ ചെറിയൊരു മുഷിച്ചലുണ്ട്, അപ്പോൾ അതിനെ നിങ്ങളൊന്ന് തൃപ്തിപ്പെടുത്തണം. അപ്പോഴാണ് നമ്മൾക്കുണ്ടാകുന്നൊരു സംശയം, ഈ കുടുംബക്ഷേത്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുടുംബദേവത എന്ന് പറയുന്നു, അല്ലെങ്കിൽ കുലദേവത എന്ന് പറയുന്നു, ധർമ്മദൈവം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇത് ശരിക്കും അച്ഛൻ്റെ തറവാട് വകയാണോ നമ്മൾ എടുക്കേണ്ടത്, അതല്ല അമ്മയുടെ തറവാട് വകയാണോ എടുക്കേണ്ടത്? അമ്മ വഴിക്കുള്ളത് എടുക്കണോ അച്ഛൻ വഴിക്കുള്ളത് എടുക്കണോ? ആകെ കൺഫ്യൂഷനായി. ചില ആൾക്കാർ പറയും ഞങ്ങൾ അച്ഛൻ്റെ പരമ്പരയായിട്ടാണ് ഞങ്ങൾ എടുക്കാറ്, ചില ആൾക്കാർ പറയും നമ്മൾ അമ്മയുടെ പരമ്പരയാണ് എടുക്കാറ്. അപ്പോൾ ഈ ഒരു സംശയം സാധാരണക്കാരായ പലർക്കും ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമുക്കറിയണ്ടേ? യുക്തിക്ക് നിരക്കുന്ന ഉത്തരമായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. അല്ലാതെ വെറുതെ നമ്മൾ അത് ഇതും പറഞ്ഞിട്ടൊന്നും നമ്മൾ കാര്യമില്ല, അതിന് എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഉത്തരം പറയുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അയ്യോ, സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല അതെങ്ങനെയാണെന്ന് ടെൻഷൻ അടിക്കണ്ട. ഈ വീഡിയോ കാണുന്നതിൻ്റെ തൊട്ട് താഴെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് സബ്സ്ക്രൈബ് എന്ന്, അവിടെ ഒന്ന് തൊട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അത് തൊട്ട് കൊടുക്കുമ്പോൾ അവിടെ ചെറിയൊരു മണിയുടെ ചിത്രം വരും, അതും കൂടി തൊട്ട് കൊടുക്കുക, തീർന്നു. ഇതെന്തിനാ ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ ഇനി ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്തെന്നിരിക്കട്ടെ, ഇതുപോലുള്ള നിരവധി വീഡിയോകൾ ഓരോ ദിവസവും ഇങ്ങനെ വരുമല്ലോ, അപ്പോൾ പിന്നെ ആ ഇവിടെ പോസ്റ്റ് ചെയ്ത ആ സമയം തന്നെ നിങ്ങൾക്ക് എന്താവും, ഒരു മെസ്സേജ് വരും, ഇതെങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, താല്പര്യമുണ്ടെങ്കിൽ കണ്ടോളൂ. നിങ്ങൾക്ക് സമയവും സാഹചര്യവും ഒത്തു വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ വീഡിയോ കാണാനും പറ്റും, സെർച്ച് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇനി എൻ്റെ വീഡിയോ, പഴയത് ഏതെങ്കിലും വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ യൂട്യൂബ് എടുത്തിട്ട് തൊട്ട് താഴെ നോക്കുമ്പോൾ അവിടെ സബ്സ്ക്രൈബ് എന്ന സ്ഥലം കാണും, അവിടെ ഒന്ന് തൊട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ, നമ്മുടെ എല്ലാ പ്രഭാഷണത്തിൻ്റെ വീഡിയോ ഉണ്ടല്ലോ ചാനലിൻ്റെ, ഒരു എംബ്ലം ഉണ്ട്, 2 PD നടുക്കൊരു നിലവിളക്ക് വയ്ക്കില്ല, അത് കാണും, ഒരു ബ്രൗണിൽ, അതിന് തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോസും കാണാം. അവിടെ വീഡിയോസ് എഴുതിയിട്ടുണ്ടാവും, അത് തൊട്ട് കൊടുത്താൽ മതി, എല്ലാ പ്രഭാഷണങ്ങളും കേൾക്കാം. ഓരോന്നും നമുക്ക് വളരെ ഉപകാരപ്രദമായതായിരിക്കും. അതുകൊണ്ടാണ് ഈ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയാൻ കാരണം. അവിടെ നിൽക്കട്ടെ. ഇനി നമ്മുടെ ചോദ്യം എന്താണ്? ചോദ്യം, ഈ കുടുംബദേവത അല്ലെങ്കിൽ ധർമ്മദേവത അല്ലെങ്കിൽ കുലദേവത അല്ലെങ്കിൽ കുടുംബക്ഷേത്രം അച്ഛൻ വഴിക്കാണോ അമ്മ വഴിക്കാണോ എന്നുള്ളതാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. ചില ആൾക്കാർ ഇന്നത് എടുക്കുന്നു എന്നൊക്കെ പറയും, നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട. ഇത്രയും കാലം നമ്മൾ പഠിച്ചു വെച്ചതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുക. നമ്മൾക്ക് 2 പേരും തുല്യരാണ്, അച്ഛനും തുല്യരാണ്, അമ്മയും തുല്യമാണ്. അച്ഛൻ ആണ്, അല്ലെങ്കിൽ അച്ഛനാണ് അമ്മയ്ക്ക് അച്ഛൻ്റെ ശരീരത്തിൽ നിന്നുള്ള ബീജം നൽകിയിട്ടുള്ളത്. അച്ഛൻ ബീജം നൽകിയത് കൊണ്ടാണ് അമ്മ ഗർഭിണിയായത്, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ആ ബീജമാണ് നമ്മൾ.
നമ്മൾ ഓരോ ആൾക്കാരും അച്ഛൻ കൊടുത്ത ബീജത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ്. മെഡിക്കൽ സയൻസ് അങ്ങനെ തന്നെയാണ് പറയുന്നത്, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ അച്ഛൻ ഗർഭാധാനം നടത്തുന്ന സമയത്ത് നൽകിയിട്ടുള്ള ബീജമാണ് ഒരു കുട്ടി എങ്കിൽ ആ അച്ഛൻ്റെ പിന്തുടർച്ചാവകാശിയാണ് ഈ മകൻ അല്ലെങ്കിൽ ഈ മകൾ. ഉറപ്പാണ്, യാതൊരു മാറ്റമില്ല. അച്ഛൻ്റെ ശരീരത്തിൽ നിന്നും വന്നിട്ടുള്ള ബീജമാണ് ഈ അമ്മ സ്വീകരിച്ച് ആ ഗർഭപാത്രത്തിലൂടെ വളർത്തി കൊണ്ടുവന്നിട്ടുള്ളതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ അച്ഛൻ്റെ ആ കുടുംബം എന്താണോ അത് അതേപടി നമ്മളെ ബാധിക്കും. അത് എല്ലാ കാര്യത്തിലും, അത് പൊലയുണ്ടെങ്കിലും ബാധിക്കും, വാലായ്മയുണ്ടെങ്കിലും ബാധിക്കും. അതുപോലെ തന്നെ അത് പൊലയും വാലായ്മയും എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മളൊരു മുന്നേ ഇട്ടിട്ടുണ്ട്. ആരൊക്കെയാണ് പൊല ആചരിക്കേണ്ടതൊക്കെ തൊട്ട് മുമ്പിലുള്ള വീഡിയോസിൽ ഉണ്ട്, നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതെല്ലാം തന്നെ ഈ അച്ഛൻ്റെ പരമ്പരയിൽ വരുന്ന ഈ ആൾക്കാർക്ക് ബാധിക്കും. പൊലയുണ്ടായാലും വരും, വാലായ്മയുണ്ടായാലും വരുമെങ്കിൽ അവരുടെ കുടുംബ ദേവതയും കുടുംബക്ഷേത്രവും ഇനിയല്ല ധർമ്മക്ഷേത്രമാകട്ടെ, ധർമ്മ ദേവതയാവട്ടെ, കുലദേവതയാവട്ടെ, ഇത് അച്ഛൻ്റെത് 100% നമ്മൾക്ക് ബാധകമാണ്, യാതൊരു സംശയവും വേണ്ട. പിന്നെയോ ഈ ബീജം അമ്മയുടെ ഗർഭപാത്രത്തിൽ നൽകി ഈ അമ്മ ആ കുട്ടിക്ക് ഞാൻ കഴിക്കുന്ന അല്ലെങ്കിൽ അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു ഓഹരി ഈ കുട്ടിക്ക് നൽകിക്കൊണ്ടാണ്, ആ അമ്മയുടെ പരിലാളന കൊണ്ടാണ് ഈ കുട്ടി വളർന്നിട്ടുള്ളത്, യാതൊരു സംശയവും വേണ്ട. അച്ഛൻ നൽകി എന്നുള്ളത് ശരിയാണ്, പക്ഷേ അമ്മ വേണ്ട വിധത്തിൽ അതിനെ പരിചരിച്ചില്ല എങ്കിൽ ആ കുട്ടി ഉണ്ടാകില്ല. നമ്മൾക്കറിയാം, നമ്മളൊരു വിത്ത് കൊണ്ടുവന്നു, ആ വിത്ത് കൊണ്ടുവരും നല്ല ഫലപുഷ്ടിയുള്ള ഒരു മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ വളരും. അതൊരു പാറയുടെ മണ്ടക്ക ഇട്ട് നിൽക്കട്ടെ, അത് നശിച്ചു പോകും. ഇത് അമ്മ വളരെ ശ്രദ്ധാപൂർവം അമ്മയുടെ പല ഇഷ്ടങ്ങളും വേണ്ട എന്ന് വെച്ച് ആ കുട്ടിയുടെ ഇഷ്ടത്തിന്, കുട്ടിയുടെ ഗുണത്തിന് വേണ്ടി അമ്മ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ കുട്ടി ഉണ്ടായിട്ടുള്ളത്. അതിനെയാണ് പൊക്കിൾ കൊടി ബന്ധം എന്ന് പറയുന്നത്. കാരണം ഈ കുട്ടിയുടെ പൊക്കിളും ഈ അമ്മയുടെ പൊക്കിളുമായിട്ടുള്ള കണക്ഷൻ, ആ പൊക്കിൾ കൊടി ബന്ധം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ 100% ഈ പൊക്കിൾ കൊടി ബന്ധമുള്ളത് കൊണ്ട് അമ്മയുടെ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ കുലദേവത അല്ലെങ്കിൽ ധർമ്മദേവത ഈ പറയുന്ന കുട്ടിക്ക് ബാധകമാണ്. എന്ന് വെച്ചാൽ അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബക്ഷേത്രം ഈ കുട്ടിക്ക് ഒരേപോലെ ബാധകമാണ്. ഈ ഒരു കാരണത്താൽ തന്നെയാണ് അച്ഛൻ്റെ കുടുംബത്തിലും അമ്മയുടെ കുടുംബത്തിലും എന്തൊക്കെ സംഭവിച്ചാലും അത് ഈ കുട്ടിക്ക് ബാധകമാണ്. അത് പൊലയായാലും ബാലായ്മയായാലും ക്ഷേത്രത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലായാലും ഇവർക്ക് തുല്യമായ പങ്കാണ്. അച്ഛൻ്റെത് എടുക്കാറില്ല, അമ്മയുടേത് എടുക്കാറില്ല, അതല്ല, അങ്ങനെ എടുക്കാതിരിക്കാൻ പാടില്ല. ഇത് പൊല ആചരിക്കുന്നത് എന്തിനാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ, മരിച്ച പൊല എന്ന് നമ്മൾ ഈ ഇതിൽ കടിച്ചു കൊടുത്തതിന് കിട്ടും. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് പൊല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ജനിച്ച പൊല എന്താണ്, മരിച്ച പൊല എന്താണ്, എങ്ങനെയാണ് ആ പൊല ആചരിക്കേണ്ടത്, എങ്ങനെയാണ് നമുക്ക് പൊല ബാധിക്കുന്നതെന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത് അച്ഛൻ്റെയും അമ്മയുടേതുമാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ജ്യോത്സ്യർ പറയും നമ്മളോട്, നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ നിങ്ങൾ വേണ്ട വിധത്തിൽ പോകുന്നില്ല, അത് പരിഗണിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ട്, സ്വതവേ നമ്മൾ ചിന്തിക്കുക, നമ്മൾ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് ചിലപ്പം അച്ഛൻ്റെ കുടുംബക്ഷേത്രമായിരിക്കും. ഞാൻ കുടുംബക്ഷേത്രമൊക്കെ പോകാറുണ്ടല്ലോ, ബുദ്ധിമുട്ടൊന്നുമില്ല, അവിടെ ഞാൻ പരമാവധി കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പോരാ, അവിടെ അമ്മയുടെ കുടുംബക്ഷേത്രത്തിൽ പോകാറില്ല, അമ്മയുടെ പൊക്കിൾ കൊടി ബന്ധമല്ലേ, അത് വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നില്ല, അതിൻ്റെ ഒരു ദോഷം നമുക്കുണ്ടാകും. ഇനി അമ്മയുടെ കുടുംബക്ഷേത്രത്തിലാണ് പോകുന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിൽ നമ്മൾ പോകുന്നില്ല, അത് വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നില്ല. അപ്പോൾ അച്ഛനും അമ്മയും നമ്മൾക്ക് ഒരുപോലെയാണ്, ഈ 2 കണ്ണുകളും നമ്മൾക്ക് ഒരുപോലെയാണ്. അപ്പോൾ ഒരു കണ്ണിനെ നമ്മൾ പരിഗണിച്ചില്ല എങ്കിൽ അതിൻ്റെതായ ഒരു ദോഷം നമുക്കുണ്ടാവുമല്ലോ. അപ്പോൾ 2 കണ്ണും നമ്മൾ വേണ്ട വിധത്തിൽ പരിഗണിക്കണ്ടേ. അപ്പോൾ അച്ഛനെയും അമ്മയും നമ്മൾ ഒരിക്കലും വേറിട്ട് കാണേണ്ടവരല്ല, ആ 2 കുടുംബവും നമ്മൾക്ക് വളരെയേറെ വേണ്ടപ്പെട്ടതാണ്. ഇനി ഇവിടെ ഉണ്ടാകുന്ന മറ്റൊരു സംശയമുണ്ട്, അത് പ്രധാനമായൊരു സംശയമാണ്. ഇന്ന് പണ്ട് കാലങ്ങളിൽ നമ്മൾ കൂട്ടുകുടുംബമായിട്ടാണ് ജീവിക്കാറ്. ഈ കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുന്ന അവസരത്തിൽ നമ്മുടെ കുലദേവതാ ക്ഷേത്രം നമ്മൾ കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റും. കാരണം എന്താ, ഒത്തിരി പരമ്പരകൾ ആ വീട്ടിൽ തന്നെ ഉണ്ടാകും. എന്നാൽ ഇന്ന് അണുകുടുംബമായതുകൊണ്ട് അച്ഛൻ്റെ കുടുംബക്ഷേത്രം ഏതാണെന്ന് അറിയില്ല, നമ്മൾക്ക് അച്ഛനും അറിയില്ല, നമ്മൾക്കും അറിയില്ല. അമ്മയുടെ കുടുംബക്ഷേത്രം ഏതാണെന്ന് അറിയില്ല, കാരണം അവരൊന്നും പോകുന്നതൊന്നും കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ പറയുന്നത് ചില വീട്ടിൻ്റെ അടുത്തൊരു ക്ഷേത്രമുണ്ട്, അതായിരിക്കും. ഇങ്ങനെ ആശയക്കുഴപ്പമുണ്ടാകും, കുടുംബക്ഷേത്രം ഏതാണെന്ന് തിരിച്ചറിയുന്നില്ല.
അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്താണ് കുടുംബക്ഷേത്രം എന്നാണ് ചിന്തിക്കേണ്ടത്. കുടുംബക്ഷേത്രം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ തറവാട്ടിൽ പണ്ട് കൂട്ടുകുടുംബമാണല്ലോ. ഈ കൂട്ടുകുടുംബമായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ നമ്മുടെ കുടുംബത്തിൽ അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും സഹോദരനും സഹോദരിയും എല്ലാവരും നിൽക്കുന്നത് പോലെ തന്നെ അവിടെ കൃത്യമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടാകും. ഈ ആചാരത്തിൻ്റെ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ കുടുംബത്തിൽ വീട്ടിൽ എവിടെയെങ്കിലും ഒരു പൂജാമുറിയോ അല്ലെങ്കിൽ കിഴക്കനീന്നോ അല്ലെങ്കിൽ മറ്റു പ്രത്യേക പേരുകൾ ചൊല്ലി വിളിക്കുന്ന അവിടെ ഒരു ദേവതയെ നമ്മൾ ആരാധിക്കാറുണ്ടാവും. അപ്പോൾ ഈ വീട്ടിലുള്ള അല്ലെങ്കിൽ ഈ തറവാട്ടിലുള്ള കുലദേവതയെ പ്രീതിപ്പെടുത്തിയിട്ട് മാത്രമേ, അല്ലെങ്കിൽ ആ ദേവതയ്ക്ക് എന്തെങ്കിലും ഒരു വിവാഹമാകട്ടെ അല്ലെങ്കിൽ ഒരു സത്കർമ്മങ്ങളാവട്ടെ മറ്റേതെങ്കിലും യാത്രയാവട്ടെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ദേവതയുടെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങിച്ച് അനുവാദം വാങ്ങിച്ചിട്ട് ആ കുടുംബത്തിലെ ആൾക്കാർ എന്തും ചെയ്യാറുള്ളൂ. നമ്മൾക്ക് യാത്ര എവിടെയെങ്കിലും പോകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നമ്മൾ മുത്തശ്ശനോടും മുത്തശ്ശിയോടും അല്ലെങ്കിൽ മുതിർന്ന കാരണവന്മാരോടൊക്കെ അഭിപ്രായം ചോദിക്കും പോലെ തന്നെ ഇവിടെ ഈ കുലദേവതയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് എപ്പോഴും എന്ത് കാര്യങ്ങളും പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്നത്. ഈ കുലദേവത എന്ന് വെക്കുന്ന സമയത്ത് ഇവർ ഏതെങ്കിലും ഒരു നാട്ടിൽ ഇവരുടെ മുത്തശ്ശനോ അല്ലെങ്കിൽ മുത്തശ്ശിയോ അല്ലെങ്കിൽ അവരുടെ കാരണവന്മാർ ഏതെങ്കിലും ഒരു നാട്ടിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രവുമായിട്ട് വളരെയേറെ ബന്ധമുണ്ടാവും. ഒരു ഉദാഹരണം ഞാൻ പറയാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ കൊടുങ്ങല്ലൂർ ഭാഗത്ത് താമസിക്കുന്ന ഒരു കൊടുങ്ങല്ലൂരിലെ ആ അമ്മയെ വളരെയേറെ ഭക്തിയോടുകൂടി പൂജിക്കുന്ന ഒരു ഭക്തനുണ്ടെന്നിരിക്കട്ടെ. അദ്ദേഹം ജോലി സംബന്ധമായിട്ട് ആ നാട്ടിൽ നിന്നും വേറെ നാട്ടിലേക്ക് മാറി. എവിടത്തേക്ക് മാറി? ഉദാഹരണം കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയാണ്. അവിടെ നിന്ന് അയാൾ കണ്ണൂരിലേക്ക് വന്നു. ജോലി സംബന്ധമായിട്ട് ചില കാര്യങ്ങൾ കൊണ്ട് കണ്ണൂരിലേക്ക് വന്നു. അപ്പോൾ കണ്ണൂരിലേക്ക് വരുന്ന അവസരത്തിൽ അവരുടെ ഏത് കാര്യം ആ കൊടുങ്ങല്ലൂർ അമ്മയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഉണ്ടാവുക. ആ അമ്മയോട് അനുവാദം ചോദിച്ച് അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് പോകാറ്. അപ്പോൾ ആ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ എന്ത് പ്രത്യേകതയുണ്ടെങ്കിലും എന്തായിരിക്കും സ്ഥിതി? ഇദ്ദേഹം അവിടെ ഉണ്ടാവും. കാരണം അത്രയേറെ ബന്ധമാണ് കൊടുങ്ങല്ലൂർ അമ്മയായിട്ട്. ഞാനൊരു ഉദാഹരണം പറയുകയാണ്. അങ്ങനെ ആ ബന്ധമുണ്ടാകുന്ന അവസരത്തിൽ പിന്നീട് ഇദ്ദേഹം കണ്ണൂരിൽ വീട് വെച്ചു താമസമാക്കി. അപ്പോൾ പ്രായാധിക്യം കൊണ്ട് അവിടത്തേക്ക് പോകാനും വരാനും പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യും? ആ അമ്മയോട് കരഞ്ഞ് പറയുമ്പോൾ, അമ്മയെ എനിക്ക് ഇനി എത്ര കാലം ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ അത്രയും ദൂരം വന്നിട്ട് അമ്മയെ കാണാനും അമ്മയുടെ ഇവിടെയുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് അമ്മയെ എനിക്ക് എന്നും കാണാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാക്കി തരണേ എന്ന് പറയുന്ന അവസരത്തിൽ ഈ അമ്മയുടെ ചൈതന്യം ഈ ഭക്തനോടൊപ്പം ഈ ഭക്തൻ്റെ കുടിലേക്ക് പോകും അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകുന്നു എന്നാണ് ഒരു സങ്കല്പം. അമ്മ പറയും, എൻ്റെ ഭക്തൻ എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരണ്ട, ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നോളാം. അങ്ങനെ പണ്ട് കാലങ്ങളിൽ നിരവധി ശ്രേഷ്ഠന്മാരായ ഭക്തന്മാർ, ഇന്നത്തെ പോലത്തെ കപട ഭക്തന്മാരല്ല, ശ്രേഷ്ഠന്മാരായ ഭക്തന്മാരോടൊപ്പം ദേവിയും നേരിട്ട് അവരുടെ കുടുംബത്തിൽ പോകാറുണ്ട് അല്ലെങ്കിൽ പോയിട്ടുണ്ട്. അങ്ങനെ ആ കുടുംബത്തിലെത്തിക്കഴിഞ്ഞാൽ അവിടെ ചില നിമിത്തങ്ങൾ കാണും. അപ്പോഴാണ് നിമിത്തങ്ങൾ കാണുമ്പോൾ അവർ തന്നാലെ പല സംഭവങ്ങൾ, അത്ഭുതങ്ങളായ പല സംഭവങ്ങൾ നടക്കുമ്പോൾ അവർ ഉടൻ തന്നെ ഒരു ജ്യോതിഷിയെ കാണും. ജ്യോതിഷ പ്രശ്നം വെക്കുമ്പോൾ പറയും, കൊടുങ്ങല്ലൂർ അമ്മയുടെ സാന്നിധ്യം നിങ്ങളുടെ വീട്ടിലുണ്ട്, അപ്പോൾ ആ അമ്മ നിങ്ങളോടൊപ്പം വന്നിട്ടുണ്ട്, നിങ്ങളുടെ ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിനാകെ ഒരിതായി. അപ്പോൾ അതുകൊണ്ട് ആ അമ്മയ്ക്ക് വേണ്ടുന്ന എന്താണ്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതുപോലെ ആ അമ്മയെയും പരിഗണിക്കണം. ഉടനെ ആ അമ്മയ്ക്കൊരു സ്ഥാനമായിട്ട് ഒന്നുകിൽ വടക്കിനെയോ അല്ലെങ്കിൽ കിഴക്കിനെയോ, ഇവിടെ ഏതെങ്കിലും വടക്കിനെയോ അല്ല കിഴക്കിനെയോ ആയിട്ട് ഈ പറയുന്ന ദേവതയെ ആടെ ഒരു സങ്കല്പം എന്ന രീതിയിൽ ആ അമ്മയ്ക്ക് നിവേദ്യങ്ങൾ വെക്കുന്നൊരു ചടങ്ങ് വരും. പിന്നെ എവിടെ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇവർ കുടുംബസമേതം ഈ അമ്മയെ പ്രീതിപ്പെടുത്തിയിട്ടാണ് ചെയ്യുക. ഈ അമ്മയാണ് ഇവരുടെ കുലദേവതയായി മാറുന്നത്, ഇവരുടെ ധർമ്മദേവതയായി മാറുന്നത്. ഇങ്ങനെ അമ്മയാവാം, മറ്റ് പലതരത്തിലുള്ള ദേവതകളാവാം, അത് നാഗങ്ങൾ വരെ ആകാം. നാഗക്കാവുകളൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്, നാഗദേവതകൾ വന്നിട്ട് അങ്ങനെ സഹായിച്ചിട്ട്. അതുപോലെ തന്നെ നിരവധി 64 ഭാവങ്ങളിലുള്ള പലതരത്തിലുള്ള ദേവതകൾ, അത് ശാസ്താവാം, ശിവനാവാം, ഭദ്രകാളിയാവാം. കൂടുതലും അമ്മ ദൈവങ്ങളാണ് ഇത്തരത്തിൽ അനുഗ്രഹമായി ഭക്തനോടൊപ്പം വരുന്നത്. അപ്പോൾ ആ കുടുംബദേവതയെ വീട്ടിൽ വെച്ച് ആരാധിക്കുന്ന അവസരത്തിൽ പിന്നീട് നമ്മൾ ഏതെങ്കിലും ഒരു കാലഘട്ടം വീട് പൊളിച്ചു പണിയുന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ആ വീട്ടിലെ സൗകര്യക്കുറവുണ്ടെന്നിരിക്കട്ടെ, അന്നേരം ജ്യോതിഷികളുടെ നിർദ്ദേശപ്രകാരം ഈ അമ്മയ്ക്ക് വേറെ തന്നെ ഒരു ക്ഷേത്രം വീടിനോട് ചേർന്ന് ഉണ്ടാക്കും, കുടുംബക്ഷേത്രം. ആ കുടുംബക്ഷേത്രം ചില സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാർ ആ ക്ഷേത്രം പോലെ തന്നെ, മഹാക്ഷേത്രം പോലെ തന്നെ പരിപാലിച്ച് സാമ്പത്തിക ശേഷിക്കനുസരിച്ച് വലിയ
ഈ ക്ഷേത്ര ആകാരത്തോടു കൂടി തന്നെ ആ ക്ഷേത്രത്തെ പരിപാലിക്കും. ചെറിയ ആൾക്കാർ ചെറിയ തലത്തിലായിരിക്കും അവരുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച്. എല്ലാ കുടുംബങ്ങളും സഹകരിക്കുമ്പോൾ ആ ദേവതയുടെ ക്ഷേത്രം അല്ലെങ്കിൽ ആ വീട്, അവരുടെ വീട്, ദേവതയുടെ വീട് ആണല്ലോ ക്ഷേത്രം എന്ന് പറയുന്നത്, അത് വലിയ ഒരു ക്ഷേത്രമായിട്ട് അവിടെ നിരവധി ആഘോഷങ്ങളും ഉത്സവങ്ങളടക്കം കൊണ്ടുവരുന്ന ചടങ്ങുകൾ നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിലാണ് നമ്മുടെ കുടുംബക്ഷേത്രങ്ങൾ പലതും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ കുടുംബക്ഷേത്രങ്ങൾ ഏതാണെന്ന് നമ്മൾ തിരിച്ച് അറിയണം. പലർക്കും അറിയണമെന്നില്ല. കാരണം അച്ഛൻ്റെയും ഉണ്ട്, അമ്മയുടെ ഉണ്ട്. നമ്മളെന്ത് ചെയ്യും, ഈ വീട്ടിൽ നിന്ന് താമസം മാറ്റി വേറെ സ്ഥലത്തേക്ക് മാറി, അത് നമ്മൾ മാറി എന്നിരിക്കട്ടെ, നമ്മുടെ മക്കൾ നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് വന്നാലേ നമ്മുടെ മക്കൾക്ക് അത് അറിയും, നമ്മൾ പോയിട്ടില്ല. നമ്മുടെ മക്കളെ കല്യാണം കഴിച്ച് വേറൊരു സ്ഥലത്തെത്തി, ആ മക്കളായിരിക്കും അന്വേഷിക്കുന്നുണ്ടാവുക. അപ്പോൾ അവർക്കറിയോ അച്ഛൻ്റേത് ഏതാണ്, അമ്മയുടേത് ഏതാണ്, ഒന്നും അറിയില്ല. ഇവിടെ ഈ എല്ലാവരും, കുടുംബത്തിലുള്ള എല്ലാവരും, കാരണം ഈ ഭക്തനെ സഹായിക്കാൻ വേണ്ടി വന്നതാണ് ഈ അമ്മ. അവരെ കുടുംബത്തെ പരിപാലിക്കാൻ വേണ്ടി വന്ന് ആ കുടുംബക്കാരാണ് അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഇതിൽ ഏതെങ്കിലും ഒരാൾ വിട്ടു നിൽക്കുമ്പോൾ നമ്മുടെ തന്നെ, ഇപ്പം നമ്മൾ ഓരോ ആൾക്കാർ അച്ഛനമ്മമാരായിരിക്കും. നമ്മുടെ ഒരു പിറന്നാൾ വരികയാണെന്നിരിക്കട്ടെ, ഷഷ്ടി പൂർത്തി വരുന്നു, മക്കൾ ഒരാൾ ലണ്ടനിലാണ്, ഒരാൾ കാനഡയാണ്, ഒരു ഗൾഫിലാണ്, എല്ലാവരും വന്നു, ഒരാൾ മാത്രം വന്നില്ല. നമുക്ക് മനസ്സിൽ ചെറിയൊരു വിഷമം ഉണ്ടാവില്ലേ, അവനും കൂടി വന്നിരുന്നെങ്കിൽ. അപ്പോൾ ഇത്തരത്തിൽ ആ അമ്മയ്ക്കും ഒരു വിഷമം ഉണ്ടാകും എന്നുള്ളത്. കാരണം നമ്മൾ അവിടെ വന്നില്ല, നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ സാരമില്ല, അവർക്ക് കാണാനുള്ളൊരു മോഹം. കാരണം പരമ്പരകളിലുള്ള എല്ലാ കുടുംബാംഗങ്ങളും ഒത്തുകൂടുമ്പോൾ ഒരാൾ മാത്രം കൂടുന്നില്ലല്ലോ എന്നുള്ളൊരു പ്രയാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബക്ഷേത്രത്തെ കണ്ടെത്തി അവിടെ വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ പങ്കെടുക്കാനെങ്കിലും ശ്രദ്ധിക്കണം. ഇന്ന് കുടുംബക്ഷേത്രം, നിരവധി ക്ഷേത്രം, എല്ലാവർക്കും കുടുംബക്ഷേത്രമുണ്ട്. കുടുംബക്ഷേത്രം ഇല്ലാത്ത ആൾക്കാരുണ്ടാകില്ല, അത് വേറെ കാര്യം. എല്ലാവർക്കും ഉണ്ട്. അത് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം. എന്ത് ചെയ്യാം, നല്ല ജ്യോതിഷികൾ, നല്ലതായിട്ട് ജ്യോതിഷികൾ, കപടന്മാരായല്ല, ജ്യോതിഷികളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ കുടുംബ ദേവത ഏതാണെന്ന് അന്വേഷിക്കുക. അപ്പോൾ അത് പ്രശ്നവിധിയിൽ പറയും, അത് ഇന്ന ദേവതാ ചൈതന്യമാണ് എന്ന് പറയും. ഇന്ന ദേവതാ ചൈതന്യമാണെന്ന് പറയുമ്പോൾ ചിലപ്പം അത് ഭദ്രകാളിയാകാം, അല്ലെങ്കിൽ വിഷ്ണു ആകാം, അല്ലെങ്കിൽ ശിവനാകാം, അല്ലെങ്കിൽ ശാസ്താവാകാം, അല്ലെങ്കിൽ നാഗങ്ങളാവാം. പക്ഷേ അതിനവിടെ വിളിക്കുന്ന പേരെന്താണെന്നറിയില്ല, എവിടെയാണെന്നും അറിയില്ല. ജ്യോതിഷി പറഞ്ഞു നിങ്ങൾക്ക് ഒരു കുടുംബ ദേവതയുണ്ട്, അത് ദേവീ ഭാവത്തിലുള്ളതാണ്, അല്ലെങ്കിൽ ഭദ്രകാളി ഭാവമാണ്, അല്ലെങ്കിൽ പരാശക്തി ഭാവമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷെ നമുക്ക് എവിടെയാണെന്ന് ക്ഷേത്രം അറിയില്ല. നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട, ദേവീഭാവമാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോഴെന്ത് വേണം, നമ്മുടെ താമസിക്കുന്ന സ്ഥലത്ത്, അതിനാണല്ലോ ദേശക്ഷേത്രം എന്ന് പറയുക, ആ സ്ഥലത്തുള്ള ദേശക്ഷേത്രത്തിൽ നമ്മൾ ഈ പറയുന്ന ദേവിയുടെ ഭാവത്തിലുള്ള ക്ഷേത്രമുണ്ടോ എന്ന് നോക്കുക. ഭദ്രകാളി ഭാവമാണോ, പരാശക്തി ഭാവമാണോ, ഏതാണോ നമ്മുടെ ദേവതയുടെ സങ്കല്പം എന്ന് ജ്യോത്സ്യർ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ആ ക്ഷേത്രം നമ്മൾ ദേശക്ഷേത്രം ഉണ്ടോ നോക്കുക. അല്ല, അവിടെ ഇല്ലെങ്കിൽ ഗ്രാമക്ഷേത്രം ഉണ്ടാക്കുക. കാരണം ആ ദേശം, ഒരുപാട് ദേശങ്ങൾ നിൽക്കുന്നതാണ് ഒരു ഗ്രാമം വരുന്നത്. അപ്പോൾ ആ ഗ്രാമക്ഷേത്രം കണ്ടെത്തുക. ആ ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള വഴിപാട് കൊടുത്ത് ആ ദേവനെ തൽക്കാലം പ്രീതിപ്പെടുത്തുക. എന്ന് വെച്ചാൽ ഈ ദേവതായുടെ അംശമാണ്. ഇപ്പോൾ ഭദ്രകാളി ക്ഷേത്രമാണ് നമ്മൾ ഭദ്രകാളിയാണ് നമ്മുടെ കുലദേവതയെങ്കിൽ ആ ഭദ്രകാളിയുടെ ഭാവം തന്നെയാണ് ഇവിടെ എന്നുള്ളത് കണ്ട് എൻ്റെ ദേവത തന്നെയാണ് ഇത് എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ അതിനെ പൂജിക്കുക, നമ്മൾ അതിനെ ആരാധിക്കുക. ഇവിടെ പലരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബക്ഷേത്രത്തെ വേണ്ട വിധത്തിൽ ഗൗനിക്കില്ല. വേണ്ട വിധത്തിൽ കുടുംബക്ഷേത്രത്തെ ഗൗനിക്കില്ല, അവിടെ പോകില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ആൾക്കാർ വലിയ പവറാണ്, അവർക്ക് ഭയങ്കരമായ ജാടയുണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ പോകുന്നില്ല. നമ്മൾ ആരെയാണ് കാണാൻ പോകുന്നത്? അവരെയാണോ? നമ്മൾ അവിടുത്തെ ദേവതയെയാണ് കാണുന്നത്. എൻ്റെ രക്ഷകയാണ്, എൻ്റെ കുടുംബത്തിൻ്റെ രക്ഷിതാവാണ്, നാഥയാണ്. അപ്പോൾ അതിനെ കാണാനാണ് നമ്മൾ പോകുന്നത്. അതിന് പകരം ഞാൻ അവിടെയുള്ള ആൾക്കാർ, അവിടുത്തെ പ്രസിഡന്റ് അങ്ങനെയാണ്, സെക്രട്ടറി അങ്ങനെയാണ്, അവിടുത്തെ കാരണവർ അങ്ങനെയാണ്, അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും പിന്നെ സമയമില്ല, അവിടെ എന്തെന്നാ, അപ്പോൾ അത് ചെറിയൊരു ക്ഷേത്രമല്ല, അവിടെ പോയിട്ട് എന്താ വേണ്ടത് എന്ന് വിചാരിച്ചിട്ടും പോകാത്ത ആൾക്കാരുണ്ട്. അവജ്ഞ, പുച്ഛം അതിനോടൊക്കെ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ മറ്റ് കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് ആ ദേവതയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതെ ഇനി നിങ്ങൾ അയോധ്യയിൽ പോയിട്ടോ, കാശിയിൽ പോയിട്ടോ, ഇനി എല്ലാ വൃന്ദാവനത്തിൽ പോയിട്ടോ, മറ്റ് ഏത് ക്ഷേത്രത്തിൽ പോയിട്ടും ഒരു കാര്യമില്ല. നമ്മുടെ അമ്മയ്ക്ക് വേണ്ടുന്ന സ്നേഹം കൊടുക്കാതെ, അമ്മയെ പരിലാളിക്കാതെ, അമ്മയെ സംരക്ഷിക്കാതെ, അമ്മയെ കാണാതെ
നമ്മൾ മറ്റ് പല അമ്മമാരുടെ അടുത്തും പോയിട്ട് ഇപ്പം നമ്മുടെ സ്വന്തം അമ്മയ്ക്ക് വേണ്ടുന്ന ഒന്നും ചെയ്യില്ല. എന്നിട്ട് മാതാ അമൃതാനന്ദമയുടെ അടുത്ത് പോയിട്ട് നമ്മൾ അമ്മയെ കെട്ടിപ്പിടിച്ച് ആ കാലിൽ തൊട്ട് നമസ്കരിച്ച് എന്തും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ കൺകണ്ട ദൈവമായിട്ടുള്ള നമ്മുടെ അമ്മയെ പ്രീതിപ്പെടുത്തിയിട്ട് മാത്രമേ മറ്റെവിടെയും ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ നമ്മുടെ കുടുംബക്ഷേത്രം, ആ കുടുംബക്ഷേത്രത്തിലെ കുടുംബദേവതയെ പ്രീതിപ്പെടുത്താതെ സന്തോഷിപ്പിക്കാതെ, സന്തോഷം എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് പോയിട്ട് പൊന്നും പണം കൊടുക്കലല്ല, നമ്മളെ കണ്ടാൽ തന്നെ സന്തോഷം. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു തീർത്ഥയാത്ര പോവുകയാണ്, ഒരു മംഗളകർമ്മം നടക്കുകയാണ്, ഒരു കല്യാണം നടക്കുകയാണ്, ഒരു ഗൃഹപ്രവേശം നടക്കുകയാണ്, മറ്റ് എന്തെങ്കിലും ആവട്ടെ പുണ്യപ്രവൃത്തി നടക്കുന്നു, ഇത് ഈ അവസരത്തിലൊക്കെ നമ്മൾ ആദ്യം പോയിട്ട് എനിക്ക് ഈ അസ്തിത്വം നൽകിയ, കാരണം എനിക്ക് അസ്തിത്വം ഉണ്ടാകണമെങ്കിൽ എൻ്റെ അമ്മയ്ക്കോ എൻ്റെ അച്ഛനോ ഉണ്ടാവണം. അപ്പോൾ അവർക്കൊക്കെ ഈ അസ്തിത്വം നൽകി നമ്മുടെ കുടുംബത്തെ ഇങ്ങനെ കെട്ടുറപ്പോട് കൂടി നിലനിർത്തുന്ന ആ അമ്മയുടെ അരികിലെത്തി അവിടെ അനുഗ്രഹം വാങ്ങിച്ച് നമ്മൾ വെറുതെ പോയി കണ്ടാൽ തന്നെ അനുഗ്രഹമായി എന്ന് കൊടുക്കാൻ പറ്റിയ ഉത്തമമായി. ആ ക്ഷേത്രത്തിൻ്റെ ജീർണത നമ്മുടെ കുടുംബത്തിനെ ബാധിക്കും. ആ ക്ഷേത്രത്തിന് ഏതെങ്കിലും തരത്തിൽ ജീർണതയുണ്ടെങ്കിൽ, അവിടെ നമ്മൾ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ അത് നമ്മുടെ കുടുംബത്തിനെ ബാധിക്കും. നമ്മുടെ അമ്മയ്ക്ക് വേണ്ടുന്ന കാര്യം നമ്മൾ ചെയ്തു കൊടുത്തില്ല, അച്ഛന് വേണ്ടുന്ന കാര്യം ചെയ്തു കൊടുത്തില്ല, അച്ഛൻ പെരുവഴിയിൽ റോഡ് വക്കിൽ കിടക്കുകയാണ്, നമ്മൾ പരിപാലിക്കുന്നില്ല, അതിൻ്റെ പേരുദോഷം നമ്മളെ ബാധിക്കോ? ഇല്ലയോ? ബാധിക്കും. അത് ഇന്നാളുടെ അച്ഛനാണ്. അയാൾ വലിയ ഗമയിൽ നടക്കുന്നുണ്ട്, അയാൾക്ക് എത്ര പൈസയുണ്ട്, എന്നിട്ട് അച്ഛൻ ഇങ്ങനെ നോക്കുന്നില്ലല്ലോ, പിന്നെ അയാളുടെ എന്തിനാ പിന്നെ അയാൾ ഇങ്ങനെ നടന്നിട്ട് എന്താ കാര്യമുള്ളത് എന്ന് പറയും. അതുപോലെ നമ്മൾക്ക് എല്ലാ കഴിവുകളും തന്ന ആ ഈശ്വരിയെ നമ്മൾ മറന്നിട്ട് നമ്മൾ മറ്റുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾക്ക് ഇത്തരത്തിലുള്ള നമ്മുടെ കുടുംബത്തിൽ പലതരത്തിലുള്ള ദോഷങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ ആ ദോഷങ്ങൾ പരിഹരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുടുംബക്ഷേത്രം കണ്ടെത്തുക, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. എവിടെ പോകുമ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും അവിടെ തൊഴുതിട്ട് വേണം നമ്മൾ പോകാൻ, അതിനെ മറക്കരുത്. ഇവിടെ അത് നമുക്ക് കണ്ടെത്താൻ പറ്റാത്ത ആൾക്കാർ നമ്മുടെ ജ്യോത്സ്യന്മാർക്ക് പറഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് കണ്ടെത്താൻ എളുപ്പ വഴികൾ പലതുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ അമ്മയോ അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ കുടുംബക്ഷേത്രം കാണണം, അപ്പോൾ എൻ്റെ അമ്മയുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക, അവരുടെ സഹോദരന്മാർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക. അങ്ങനെ അല്ലെങ്കിൽ ഇവർ എവിടെയാണ് പണ്ട് കാലത്ത് താമസിച്ചതെന്ന് നോക്കുക. നമ്മൾ പണ്ട് കാലത്ത് ഇന്ന സ്ഥലത്താണ് താമസിച്ചത്, എൻ്റെ അമ്മയുടെ അമ്മ പണ്ട് കാലത്ത് ഇന്ന സ്ഥലത്താണ് താമസിച്ചത്. അപ്പോൾ അവിടെ നമ്മൾ അന്വേഷിക്കുക, ഇന്ന് തറവാട്ടുകാർക്ക് ഇവിടെ ഏതെങ്കിലും ക്ഷേത്രമുണ്ടോ, നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ കണ്ടെത്താനൊക്കെ പറ്റും. ഇങ്ങനെയൊന്നും അന്വേഷിച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല എങ്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, എന്തെന്ന് ഈ പറയുന്ന ഭാവം കണ്ടെത്തുക. ഏത് ദേവതയുടെ ഭാവമാണ്, കൂടുതലും അമ്മമാരുടെ ദൈവങ്ങളായിരിക്കും. ഭദ്രകാളിയാവാം, പരാശക്തിയാവാം, അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ ശൈവ ചൈതന്യമായിരിക്കാം, വൈഷ്ണവ ചൈതന്യമായിരിക്കാം, അങ്ങനെ പലതും ഉണ്ടാകും. ഇപ്പോൾ എൻ്റെയൊക്കെ കുടുംബക്ഷേത്രം എന്ന് പറഞ്ഞാൽ അമ്മയുടേത് ഈ പറയുന്നത് ഈ ദേവീ ഭാവമാണ്, അച്ഛൻ്റെതും ദേവീ ഭാവമാണ്. അതൊക്കെ നമ്മൾ പിന്നെ കണ്ടെത്തിയതാണ്, അച്ഛൻ്റെതെല്ലാം കണ്ടെത്തിയതാണ്. അമ്മയുടേത് എന്ന് വെച്ചാൽ അമ്മയുടെ നാട്ടിലാണ് ഞാൻ താമസിക്കുന്നത് കൊണ്ട് തന്നെ അച്ഛൻ്റെത് അറിയില്ലായിരുന്നു. പിന്നീട് അന്വേഷണത്തിനൊടുവിലാണ് നമ്മളത് മനസ്സിലാക്കിയത് ഇന്നതാണ് നമ്മുടെ കുടുംബക്ഷേത്രം എന്നുള്ളത്. അപ്പോൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ കണ്ടെത്താൻ പറ്റും. കണ്ടെത്താൻ പറ്റിയിട്ടില്ല എങ്കിൽ ആ ചൈതന്യം ഏതാണെന്ന് ജ്യോതിഷികൾ മുഖാന്തരം മനസ്സിലാക്കിയിട്ട് ഇതിനെ നമ്മൾ ആരാധിക്കാനും പൂജിക്കാനും തയ്യാറാവുക. ഇങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ നമ്മുടെ കുടുംബത്തിന് എന്തെങ്കിലും ജീർണതയുണ്ടെങ്കിൽ, കഷ്ടപ്പാടുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ഈ ദേവതയെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മൾക്ക് ഇത് മാറ്റി കിട്ടും. ആ കുടുംബദേവത തന്നെ നമ്മളത് ഇല്ലാതെയാക്കി തരും. അപ്പോൾ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഇതാവേണ്ടത്. അപ്പോൾ നമ്മൾ ഈ കുടുംബദേവത എന്നിട്ടങ്ങ് തള്ളിക്കളയരുത്. എന്താണ് കുടുംബദേവത എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് അച്ഛൻ്റെതുമുണ്ട്, അമ്മയുടേതുമുണ്ട്. അത് കുടുംബദേവതയെ കണ്ട് ആ ധർമ്മദേവതയാണ്, കുലദേവതയാണ്, കുടുംബക്ഷേത്രമാണ്. ചില സ്ഥലത്ത് വലിയ കുടുംബക്ഷേത്രമായിരിക്കും. അതിന് നമ്മളാൽ കഴിയുന്ന അണ്ണാരക്കണ്ണിന് തന്നാലാവും വിധം നമ്മൾ സഹായിക്കുക, ആ കുടുംബക്ഷേത്രത്തിൻ്റെ ഭാഗമാകുക, ആ കുടുംബദേവതയെ നിത്യവും നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥനയിൽ ആ കുടുംബദേവതയ്ക്ക് ഒരു സ്ഥാനം കൊടുക്കണം. അതിനുശേഷം നമ്മൾ നാമജപവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ കുടുംബദേവതയും കൂടി പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മുടെ ഒരു ദിവസം തുടങ്ങാൻ. എന്നാൽ നമുക്ക് ഒരുവിധം എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം ഉണ്ടാകും. അത് നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷം കൊണ്ടുവരുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.